ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് പ്രശ്നങ്ങളും വിഷയങ്ങളുമൊന്നും തീർന്നിട്ടില്ല. അതിന്റെ ചുമതലക്കാരനായ എഡിറ്ററെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. ദേശാഭിമാനി കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുന്നു എന്നാണ് ജനസംസാരം. സഖാക്കൾ തന്നെ സംസാരിക്കുന്നു. ദേശാഭിമാനിയിൽ 2 or 3 ലോബിയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. നേരത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ദേശാഭിമാനി പത്രാധിപരായിരുന്ന ദിനേശൻ പുത്തലത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് ഇവിടുത്തെ CPM-ന്റെ ആ ഒരു പരാജയത്തെക്കുറിച്ചും പാർട്ടിക്കുണ്ടായ അപജയത്തെക്കുറിച്ചും പാർട്ടി മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും പാർട്ടിക്ക് തെറ്റുപറ്റിയതിനെക്കുറിച്ചും ഒക്കെ തന്നെ ലേഖനം എഴുതിയത്. ദിനേശൻ പുത്തലത്ത് പിണറായി വിജയന്റെ സ്വന്തം ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും ഉണ്ടായതായി നമുക്കറിവില്ല. എന്തായാലും ഇപ്പോൾ TR അജയനെ പുറത്താക്കിയിരിക്കുന്നു. ഈ കള്ളൻ വിജയൻ ലേഖനം ഇതൊക്കെ അസഹിഷ്ണുതയുടെ അല്ലെങ്കിൽ എന്താണ്, എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുമോ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെയുമില്ല പത്തായത്തിലുമില്ല എന്ന് പറയുന്നത് പോലെ അങ്ങ് ഓരോന്ന് ഊഹിച്ച് വയ്ക്കുകയാണ്. കള്ളൻ വിജയൻ എന്ന് പറയുന്ന മറ്റൊരാളുടെ പേരാണ്. അതെങ്ങനെ പിണറായി വിജയനാകും? കഴിഞ്ഞ ദിവസം മുതൽ അതിനൊക്കെ ഒരുപാട് മറുപടി വരുന്നുണ്ട്. കള്ളന്മാരല്ലാത്ത വിജയന്മാരാണ് കൂടുതലും, ഒറ്റ കള്ളനേ ഉള്ളൂ, അത് പിണറായി വിജയനാണ് എന്നൊക്കെയാണ് കമന്റുകൾ. അപ്പൊ പിന്നെ ഈ കള്ളൻ വിജയൻ എന്നത് മനഃപൂർവ്വം തള്ളിക്കയറ്റിയതാണോ എന്ന് സംശയം തോന്നുന്നതിൽ തെറ്റില്ല. എന്നാൽ പോലും കള്ളനായതുകൊണ്ടാണ് കള്ളൻ വിജയൻ താനാണ് എന്ന് പിണറായി വിജയനും കൂട്ടർക്കും തോന്നിയത് എന്നും പറയുന്നതുണ്ട്. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററെ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. KR അജയനെ മാറ്റി T ചന്ദ്രമോഹന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധത ഇല്ലെന്നും ലേഖനത്തിന് അനുയോജ്യമായ തലക്കെട്ടായിരുന്നു എന്നുമാണ് അജയൻ നൽകിയ മറുപടി. ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല എന്ന് അജയന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു. KR അജയൻ കൈരളിയുടെയൊക്കെ ചുമതലയുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. VS-ന്റെ ഓർമ്മക്കുറിപ്പുകളുമായി ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. ഞായറാഴ്ച ഇറങ്ങേണ്ടത് തിങ്കളാഴ്ച ഇറങ്ങി. നാടകപ്രവർത്തകനായ വിജയനെക്കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന വിവാദ ലേഖനം അതിൽ ഉണ്ടായിരുന്നില്ല. പകരം അവസാന പേജിൽ VS നടത്തിയ ജനകീയ ഇടപെടലുകളെ കുറിച്ചുള്ള ലേഖനമാണ് കൊടുത്തിരുന്നത്. പത്രം ഇറക്കുന്നതും ഇറക്കാതിരിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുമായിരുന്നു VS-ന്റെ മകൻ അരുൺകുമാറിന്റെ മറുപടി. എന്തൊക്കെയായാലും ഇത് പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സമസ്യയിലേക്ക് നീങ്ങുകയാണ്. ദേശാഭിമാനിയുടെ വിവിധ യൂണിറ്റുകളിൽ പലതരത്തിലുള്ള ഗ്രൂപ്പിസവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, കാരണം എല്ലാം അങ്ങ് അടക്കി പിടിക്കുകയാണ്. പാർട്ടി പത്രവും പാർട്ടി വാരികയും പാർട്ടി ചാനലും അല്ലെങ്കിൽ എന്താണ്, പാർട്ടിയെ തന്നെ അങ്ങ് അടക്കി പിടിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. നേരത്തെ ഫാരിസ് അബൂബക്കറുമായിട്ടും ഒക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് ജോൺ ബ്രിട്ടാസ് പോയി നടത്തിയ അഭിമുഖം, വെറുക്കപ്പെട്ടവൻ എന്ന പ്രയോഗം, VS-ന്റെ പ്രയോഗം, അന്നൊക്കെ നമുക്കതൊക്കെ ഓർമ്മയുണ്ട്. ഈ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ഓർമ്മ കാണുമായിരിക്കും. എന്തൊക്കെയായാലും പാർട്ടിയെ എല്ലാ തലത്തിലും ചുറ്റി വളഞ്ഞ് പിടിച്ച് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പിണറായിക്കാർ അല്ലെങ്കിൽ പിണറായി ഗ്രൂപ്പുകാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്യുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. KR അജയനെ മാറ്റി പകരം മറ്റൊരു ചുമതല നൽകി. അപ്പൊ ദിനേശൻ പുത്തലത്ത് ആ ഒരു കാര്യം ഫേസ്ബുക്കിലാണ് പറഞ്ഞത്. അദ്ദേഹം ദേശാഭിമാനിയിൽ ലേഖനമായിട്ടോ അല്ലെങ്കിൽ എഡിറ്റോറിയലായിട്ടോ അല്ല എഴുതിയത്. എന്നാലും അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ചോദിച്ചില്ല? സ്വന്തക്കാരനായതുകൊണ്ടാണ് ചോദിക്കാത്തത്. സ്വന്തക്കാർക്ക് എന്തും പറയാം, അല്ലെങ്കിൽ സ്വന്തക്കാരായി നടിക്കുന്നവർക്ക് എന്തും പറയാം, അല്ലാത്തവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ദേശാഭിമാനി ഇങ്ങനെ, അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കാർ പോലും ഇപ്പോൾ ദേശാഭിമാനി വായിക്കുന്നത് കുറച്ചു കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കി പൊട്ടിത്തെറി കൂടി ആകുമ്പോഴേക്കും ദേശാഭിമാനിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകും എന്ന മട്ടാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്.